കണ്ണൂരിലേക്ക് പോകാം. കണ്ണൂരിൽ ഇന്ന് ഫാദർ സൂക്കോളിനെ ദേവദാസൻ പദവിയിലേക്ക് ഉയർത്തുന്ന ചടങ്ങുണ്ട്. മനു ഭരത്താണ് ആ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. മനു, ഗുഡ് മോർണിംഗ്. പ്രഭാത കേരളത്തിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് ഫാദർ സൂക്കോളിന്റെ ദേവദാസൻ പദവിയിലേക്ക് ഉയർത്തുന്ന ആ ചടങ്ങുകൾ എപ്പോഴാണ് ആരംഭിക്കുക? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു. എന്നൊരു നല്ല ദിവസം തുടങ്ങിയിരിക്കുന്നു. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വലിയ അഭിമാനത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ഒരു ദിവസം കൂടിയാണ്. കാരണം ഈ ഫാദർ സുക്കോൾ ഇവിടെ അത്രമാത്രം സ്നേഹിക്കപ്പെടുകയും അതുപോലെ ബഹുമാനിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു പുരോഹിതനായിരുന്നു. അദ്ദേഹത്തെ ദേവദാസൻ പദവിയിലേക്ക് ഉയർത്തുന്നു. 9 മണിയോടുകൂടി ഈ ചടങ്ങുകൾ ആരംഭിക്കും. ഫാദർ സുക്കോളിനെ സംബന്ധിച്ച് നമുക്കറിയാം, അദ്ദേഹം ഇറ്റലിയിലാണ് ജനിച്ചത്. അവിടെ ഒരു സർണോണിക്കോ എന്ന ഒരു ഗ്രാമത്തിൽ അദ്ദേഹം ജനിച്ചു. ഈ സ്മാർട്ട് ഫോൺ യുഗത്തിലും ഫോട്ടോ സ്റ്റുഡിയോ നടത്തി വർഷത്തിൽ 30 ലക്ഷം രൂപ ലാഭം ഉണ്ടാക്കുന്നു. നിങ്ങൾക്കും ചെയ്യണോ? ഇദ്ദേഹത്തെ കുറിച്ച് പഠിക്കണോ? ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. പിന്നീട് 916 അദ്ദേഹം അവിടെ ജനിച്ചത്. പിന്നീട് അദ്ദേഹം ത്രൊന്തോ രൂപതയ്ക്ക് വേണ്ടി തിരുപ്പട്ടം സ്വീകരിച്ചു. പിന്നീടാണ് 48 അദ്ദേഹം ബോംബെയിലെത്തുകയും വയനാട്ടിലെത്തുകയും ഒക്കെ ചെയ്തത്. 54 അദ്ദേഹം കണ്ണൂരിലെത്തി. മരിയപുരം ദേവാലയത്തിൽ അദ്ദേഹം 74 പിന്നെ അവിടെ 40 വർഷം മരിയപുരം ദേവാലയത്തിൽ മാത്രം അദ്ദേഹം അവിടെ പാരിഷ് പ്രീസ്റ്റായിരുന്നു, പള്ളി വികാരിയായിരുന്നു. അത്രമാത്രം ജനങ്ങളുമായി അടുത്ത് ഇടപഴകിയ ഒരാൾ. 98 വയസ്സിൽ അദ്ദേഹം ദിവംഗതനാകുന്നതുവരെ അദ്ദേഹം ജനങ്ങൾക്കിടയിൽ സേവന സന്നദ്ധനായി പ്രവർത്തിച്ചു. 7000-ലധികം മനുഷ്യർക്ക് വീട് വെച്ച് നൽകി. അതുപോലെ നിരവധി പേർക്ക് കിണർ ഒക്കെ നൽകി. വീടിൽ അദ്ദേഹം ഒരു വലിയ പ്രാധാന്യം കണ്ടിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്, ആളുകൾ ഒരു സ്വന്തമായൊരു വീട് ആളുകൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം മറ്റെന്തില്ലെങ്കിലും വീടുണ്ടെങ്കിൽ ഒരു സുരക്ഷിത ബോധമുണ്ടാകും. അതുകൊണ്ട് കുറച്ചൊരു സ്ഥലം വാങ്ങിച്ച് വീട് വയ്ക്കാൻ ആളുകൾക്ക് അദ്ദേഹം സഹായം നൽകി. അതിൻ്റെ 7500 ആളുകൾക്ക് വീട് വെച്ച് നൽകുമ്പോഴും അദ്ദേഹം വളരെ ദരിദ്ര വ്രതം എടുത്തുകൊണ്ടാണ് ജീവിച്ചിരുന്നത്. ചെറിയൊരു വീട്ടിൽ ഒരു ഫാന് പോലും ഇല്ലാത്ത ഒരു ചെറിയൊരു കട്ടിലിൽ അദ്ദേഹം ജീവിച്ചു. അപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം സഞ്ചരിച്ച ആളുകളൊക്കെ നമ്മൾ കണ്ടപ്പോൾ അവർ പറഞ്ഞത്, അദ്ദേഹം ഒരു പൈസ ചെലവാക്കുമ്പോഴും ഇത് പാവപ്പെട്ടവൻ്റെ ഒരു പൈസയാണ് താൻ ചെലവാക്കുന്നതെന്ന് കുറ്റബോധത്തോടു കൂടിയാണ് അദ്ദേഹം ചെലവാക്കുക. ചെരുപ്പൊക്കെ തുന്നി ഉപയോഗിക്കുക, കുടയൊക്കെ കേടുവന്നാലും പിന്നെയും തുന്നി ഉപയോഗിക്കുക. അപ്പോൾ വിദേശത്തുനിന്ന് പോലും അദ്ദേഹത്തിൻ്റെ ഈ സേവനങ്ങൾ കണ്ട് ഒരുപാട് പേര് അദ്ദേഹത്തെ സഹായിക്കാൻ വരുമ്പോഴും അതെല്ലാം അർഹതപ്പെട്ടവർക്ക് തന്നെ ലഭിക്കണം എന്ന ഒരു വളരെ അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹത്തിന് നിർബന്ധം ഉണ്ടായിരുന്നു. സാധാരണ 75 കഴിഞ്ഞാൽ ആളുകൾ ഒരു റിട്ടയർമെൻറ്റിനെ കുറിച്ച് പൗരോഹിത്യത്തിലൊക്കെ ചിന്തിക്കുന്ന ഒരു കാലമാണ് സാധാരണയായി. പക്ഷേ 98 വയസ്സിൽ സ്വന്തം ടൈപ്പ് റൈറ്ററിൽ കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് അദ്ദേഹം അവിടെ പുരോഹിതനായിട്ട് പാരിഷ് പ്രീസ്റ്റായി ആളുകൾക്കിടയിൽ ജീവിച്ചു. അപ്പോൾ അത്തരം ഒരു ജനങ്ങളെ അത്രമാത്രം തിരിച്ച് സ്നേഹിച്ചൊരു പുരോഹിതനെയാണ് ദൈവദാസനായി ഉയർത്തുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അത്രമാത്രം അംഗീകാരം കിട്ടുന്നു എന്നത് കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു അഭിമാനത്തിൻ്റെയും ഒരു അനുഗ്രഹത്തിൻ്റെയും നിമിഷങ്ങളാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്നൊക്കെയുള്ള പുരോഹിതർ ഇവിടെ ഈ ചടങ്ങുകൾക്ക് ഇന്ന് എത്തുന്നുണ്ട്, ഇറ്റലിയിൽ നിന്നൊക്കെ. അതോടൊപ്പം ദിവ്യബലിയുണ്ട്. പിന്നീട് ഈ സർവൻ്റ് ഓഫ് ഗോഡ് എന്ന ഡിക്ലറേഷൻ വായിക്കും. അതിനുശേഷം സ്നേഹവിരുന്നും ഒക്കെയായി ഇന്ന് ഈ ചടങ്ങ് നടക്കും. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ചടങ്ങുകൾ തത്സമയം തന്നെ നമുക്ക് കാണിക്കാവുന്നതാണ്. ഇത്തരം ചടങ്ങുകളാണ് ചില ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് നൽകുന്നത്. അതായത് മൈക്കിന് മുന്നിൽ നിന്നുള്ള പ്രസംഗം അല്ല, ജീവിതം കൊണ്ടത് കാണിക്കുന്നു. അത് 60 വയസ്സിന് ശേഷം ഒരു മുഴുവൻ സർക്കാർ സർവീസിന്റെ അത്രയും കാലം കൂടി 5 പൈസ പ്രതിഫലം ഇല്ലാതെ ജനസേവനം നൽകും. ഇത്തരം ചടങ്ങുകൾ വരുമ്പോഴാണ് പലരെയും നമുക്ക് അറിയാനും തിരിച്ചറിയാനും പുതിയ തലമുറയ്ക്ക് ഇങ്ങനെയും ചിലർ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാനും കഴിയുന്നത്. ആരാലാണ് സ്വാധീനിക്കപ്പെടുന്നത് നമുക്ക് പറയാൻ കഴിയില്ല ജീവിതത്തിൽ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ പലർക്കും അത് അല്ലെങ്കിൽ അവരാൽ സ്വാധീനിക്കപ്പെടും എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ വരും ബുള്ളറ്റിനുകളിൽ നിങ്ങളിലേക്ക് എത്തും.